B6 ആണ്. B6 നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. വാടാ മോനെ വാ. ഇത് നമുക്കൊരു 760 കൊടുക്കാം. ചേടാ 760 22 മോഡൽ 4x4 ഓട്ടോമാറ്റിക് ഡീസലാ പെട്രോൾ. ഇത് നമുക്കൊരു 10-20 ആ റേഞ്ചിൽ പോകും. 10-20. ഓക്കെ, അതായത് 2019 വളരെ ലോ കിലോമീറ്റർ 39,000 ഓടി 10,20,000 രൂപ. ഇത് നമുക്കൊരു 1090 കൊടുക്കാം. 1090 2020 മോഡൽ MG ഹെക്ടർ അല്ലേ? ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കുറച്ച് കിടിലൻ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതായത് നിലവിൽ യൂസ്ഡ് കാർ മാർക്കറ്റിലൊക്കെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത കുറച്ചധികം കിടിലൻ വണ്ടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എസ് ഗ്യാരേജിൽ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഓണാശംസകൾ നേരുന്നു. മാക്സിമം വില കുറച്ചിട്ട് നല്ല അടിപൊളി കുറേ വണ്ടികൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ സാധനമൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ഇതുവരെ നമ്മൾ ഈ B6-ൻ്റെ ഒന്നും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഇതുവരെ നമ്മൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കുറച്ച് കിടിലൻ വണ്ടികളുണ്ട്. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എസ് ഗ്യാരേജിലാണ്. എസ് ഗ്യാരേജ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ മുണ്ടുപറമ്പ് ബൈപ്പാസിലാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ജസ്റ്റ് ലൊക്കേഷൻ കഴിച്ച് ഇവിടെ മുറ്റത്ത് കൊണ്ടു വിടും. ഒന്നും തന്നെ സംശയിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്രാവശ്യം ഈ ഒരു വീഡിയോ മിസ് ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന 90% വണ്ടികളും 2020 ശേഷമുള്ള വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാം. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക. ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ, അതുപോലെ തന്നെ EV, അതുപോലെ തന്നെ ഹൈബ്രിഡ് എന്ത് വേണോ അതെല്ലാം ഇവിടെ ഉണ്ട്. ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം മാക്സിമം ലോൺ കിട്ടുന്നതും മാക്സിമം വില കുറച്ചിട്ടൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാനൊക്കെയുള്ള ഒരുപാട് സഹായങ്ങൾ ഇവർ ചെയ്തും തരും. കൂടുതലൊന്നും പറയുന്നില്ല. ഒറ്റ കാര്യം നോക്കിയാൽ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയാണ്. നല്ല വണ്ടികളൊക്കെ തപ്പി കിടക്കുന്ന പലരും ഉണ്ടാവും, ഇതൊക്കെ കാണാതാവുന്നത്. അപ്പോൾ അവർ കണ്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നല്ല അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം. അങ്ങനെ ഏറ്റവും വില കുറച്ചിട്ട് ക്വാളിറ്റിയുള്ള വണ്ടികൾ കാണിച്ചു തരാം. അപ്പോൾ എന്നാലും നമ്മുടെ എസ് ഗ്യാരേജിൽ ഇപ്രാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുറേ വണ്ടികളുണ്ട്. ദിൽഷാദ് ബ്രോ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ? പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഓണമൊക്കെയാണ്, ഓഫർ ഉണ്ടോ? നല്ല ഓഫറിൽ കൊടുക്കാം. മാക്സിമം വില കുറച്ച് കൊടുക്കുമോ? വേറെ മെയിനായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ക്വാളിറ്റി ഒക്കെ എന്താ വണ്ടികളുടെ? പക്ക ക്വാളിറ്റിയിൽ മേജർ പ്രോപ്പർ സർവീസും അതുപോലെ തന്നെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാത്തൊരു ഞാൻ ഇൻഡോർ ഇവരോട് പറഞ്ഞേ, അതായത് എല്ലാം ഓൾമോസ്റ്റ് ഒരു 20 ശേഷമുള്ള വണ്ടികളല്ലേ? അപ്പോൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് എടുത്തു പോവാം. ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, എന്തായാലും ആദ്യത്തെ വണ്ടി തന്നെ നമുക്ക് ഒരു ജീപ്പ് കോമ്പസ് കാണിച്ചു തരാം. ബ്ലാക്ക് കളർ കോമ്പസ് ആണ്. ഇത് ഏതാ മോഡൽ? ഇത് 2018 മോഡൽ. 18 കിലോമീറ്റർ ഒക്കെയോ? ഒരു 75,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ വണ്ടി. 75 ടോപ്പ് വേരിയന്റ് ആണ്. ഡീസൽ അല്ലേ? ഡീസലാണ്. പിന്നെ വേറെ എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ? ഇല്ല, മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഒരു ഡോർ എങ്ങാണ്ട് റീപ്ലേസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, ആലോചിക്കണം. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, മാക്സിമം വണ്ടിയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. വന്നിട്ട് നല്ലോണം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അല്ലേ? അപ്പോൾ ഞാൻ ഇന്ത്യയിൽ ഒന്നും കാണിക്കില്ല. അപ്പോൾ അയച്ചു കൊടുക്കൂലേ? അയച്ചു തരാം. ഫുൾ ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കൂലേ? അയച്ചു കൊടുക്കാം. ശരി, 18 അല്ലേ പറഞ്ഞേ? 18 മോഡൽ. എന്താ വില? ഇത് നമുക്കൊരു 10,20,000 രൂപ. 10-20 2018 വണ്ടി, അതും ഡീസലാണ് അല്ലേ? ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഈ വൈറ്റ് ആണെങ്കിലോ? ഇതാണ് നമ്മളെ ഹൈലൈറ്റ്. 2017 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്, 1,30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 17 സിംഗിൾ ഓണർ. അതായത് ജീപ്പ് കോമ്പസിന്റെ ഫസ്റ്റ് വണ്ടി. ഇത് നമുക്കൊരു 760 കൊടുക്കാം. ചേടാ 760 ഒരു 130 ഓടിയുള്ളൂ അല്ലേ? 130 ഓടി. പ്രോപ്പർ സർവീസും ഉണ്ട്. ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഫാൻസി നമ്പറും. അതെ, അപ്പൊ അതൊന്നും ഇല്ലല്ലോ? ഇല്ല, പക്ക വണ്ടി. ഓക്കെ, ഇത് നമുക്ക് പിന്നെ 760 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ലോൺ അല്ലേ? ഒരു പോലും മുടക്കണ്ട, ഫുൾ ഓൺ ചെയ്യാം. രണ്ടും ചെയ്യാം അല്ലേ? അടുത്തത് ജീപ്പാണല്ലോ. ജീപ്പാണ്. താറേ മോഡല്? 2022 മോഡല് 4x4 ഓട്ടോമാറ്റിക്. 22 മോഡല് 4x4 ഓട്ടോമാറ്റിക്. ഡീസലാ? പെട്രോളാണ്. അവിടെയാണ് പ്രശ്നം. പെട്രോളിൽ പക്ഷേ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് മൈലേജ് കുറവായിരിക്കും. അതെ. ഇതിപ്പോ കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 82,000 കിലോമീറ്റർ ഓടി. എത്ര? 82,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ. ജീപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് 82 ഓടി. അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട്. തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നുമില്ല അല്ലേ? ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല അല്ലേ? ഇത് കണ്ടാൽ വളരെ ലോ കിലോമീറ്റർ ആണെന്ന് തോന്നുള്ളൂ. അത്യാവശ്യം ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 12,20,000 രൂപ. 12-25 20 അത് നെഗോഷ്യബിൾ ആവുമോ? റേറ്റ് നെഗോഷ്യബിൾ ആവും അല്ലേ? ഓക്കെ, മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു. അപകടങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികൾ ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 2023 മോഡൽ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക്. ഡെൽറ്റ പ്ലസ് ഇത് പിന്നെ സ്ട്രോങ് ഹൈബ്രിഡാ? സ്മാർട്ട് പക്ഷെ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഇത് കിലോമീറ്ററോ? 65,000 കിലോമീറ്റർ. 23 65,000 കിലോമീറ്റർ ഓടിയ പെട്രോളിൽ ഓട്ടോമാറ്റിക് ആണ്. അതും ഹൈബ്രിഡ് വേരിയന്റ് വരും അല്ലേ? ഡെൽറ്റ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഓപ്ഷന് മേലെ. എന്താ വില? ഇത് നമുക്ക് 11,90,000 രൂപ. 11,90. പുതിയ 20-20 അല്ലേ? 18 അങ്ങനെ എന്തോ വരുന്നുള്ളൂ. ഓക്കെ, അതായത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. നിങ്ങൾ നോക്കിക്കോളൂ. ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞു. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. വൈറ്റ് ആണ്. അതേപോലെ തന്നെ സെയിം സാധനം ഓർമ്മ ഉണ്ട്. ഇതോ? ഇത് മാനുവൽ ആണ്. 2022 മോഡൽ അൽഫ, ഏറ്റവും ടോപ്പിൽ മാനുവൽ അല്ലേ? ഇത് പക്ഷേ ഹൈബ്രിഡ് അല്ലല്ലോ? ഹൈബ്രിഡ് ആണ്. മൈൽഡ് ഹൈബ്രിഡ് അല്ലേ? ഒരു സ്ട്രോങ് വരില്ലല്ലോ. അതെ. പിന്നെ കിലോമീറ്ററോ? ഇത് 92,000 കിലോമീറ്റർ. 92 സിംഗിൾ ഓൺഷിപ്പ്. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
ഒന്നുമില്ല, പക്ക വണ്ടിയാണ്, ഒരു റീപ്ലേസും ഇല്ല. ഇല്ല. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. ഓ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇതാണെങ്കിൽ നമുക്കൊരു 11.45 കൊടുക്കാം. 11.45 ഏറ്റവും ഫുൾ ഓപ്ഷൻ അൽഫ വേരിയന്റ് വരുന്നത് അല്ലേ? അതെ. അതുപോലെ തന്നെ ഈ നിലയിലായിട്ട് കുറച്ച് വണ്ടികൾ ഉണ്ട്. അതിന് തന്നെ ഒരു ബ്രസ കാണിച്ചു തരാം. ബ്രസ ഏതാ മോഡൽ? 2022 മോഡൽ, 22 ആണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്, നല്ല നീറ്റ് വണ്ടി. യെസ്. ഇത് കിലോമീറ്ററോ? ഇത് 42,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ. ഹൈബ്രിഡ് ആണോ? ഇത് ഹൈബ്രിഡ് അല്ലേ? ഹൈബ്രിഡ് ആണ്. ഓക്കെ. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ അല്ലേ? ഏറ്റവും അല്ല, മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, മേജർ അടിയൊന്നും അല്ലല്ലോ? ഇല്ല, അതും ഹിസ്റ്ററിയിലുണ്ട്. ശരി. പ്രോപ്പർ സർവീസ് ഉള്ള വാഹനമാണ്. വിലയോ? വില ഇത് 9.85, ഫുൾ ഓപ്ഷൻ വാഹനം, ഫുൾ ഓപ്ഷൻ ZXi പ്ലസ്. ഏകദേശം അത്യാവശ്യം മാക്സിമം ലോൺ കയറും ലോൺ കയറും. ഇതാണെങ്കിൽ ഹാരിയർ 2019 മോഡൽ, 19 ആണ്. എക്സെറ്റ് ഡീസൽ, വെറും 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 19 എക്സെറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും. ഡീസലാണ്. ഡീസലാണ്. ഈ 39 ജെന്യൂൻ ആണോ ബ്രോ? ജെന്യൂൻ ആണ്. അതെ, കിഡിലൻ സാധനം കേട്ടോ. ഓ, എന്താ പറയുക, സിംഗിൾ ഓണർഷിപ്പ്, പക്ക ക്വാളിറ്റി ഉള്ള ഒരു വാഹനം. അതെ 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 അതെ. വേറെ അപാകതകളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഓ പക്ക. ഓക്കെ, എന്താ വില? ഇത് നമുക്കൊരു 10-20 അറേഞ്ച് ചെയ്യും. 10-20. ഓക്കെ, അതായത് 2019 വളരെ ലോ കിലോമീറ്റർ 39,000 ഓടിയ 10,20,000 രൂപ. അത് മാത്രമല്ല, ഇത് ഇറങ്ങിയ സമയത്ത് 20 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയല്ലേ? അല്ലെങ്കിൽ ഡീസലും ആണ്, മൈലേജും കിട്ടും. ഇനി ഇതാണെങ്കിലോ MG ഹെക്ടർ 2020 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 20 സിംഗിൾ ഓണർ. ഇത് മറ്റേ ഷാർപ്പാ? ഷാർപ്പ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്. പെട്രോളാ? പെട്രോൾ അല്ല, ഡീസൽ. അപ്പോൾ മാനുവൽ ആണ്. 2 ലിറ്റർ ഡീസൽ മാനുവൽ ആണ് വരിക. പിന്നെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, പക്ക. കിലോമീറ്ററോ? ഇത് 75,000 കിലോമീറ്റർ. 75 അല്ലേ? മോശമൊന്നുമില്ല, വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. പ്രൈസോ? ഇത് നമുക്കൊരു 10.90 കൊടുക്കാം. 10.90 2020 മോഡൽ MG ഹെക്ടർ അല്ലേ? അതായത് ലോണൊക്കെ കയറാം. ഫുൾ ലോൺ ഉറപ്പായിട്ടും കയറും. മാത്രമല്ല ഇറങ്ങിയ സമയത്ത് 20 രൂപ അടുത്ത് വിലയുള്ള വണ്ടിയല്ലേ? ഓക്കെ, മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല അടിപൊളി സാധനമാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് നമുക്ക് ഒറിജിനൽ കേരള വാഹനമാണ്, ഫാൻസി നമ്പർ ആണ്. A180 അല്ലേ? അല്ല, GL. ഓ, GL അല്ലേ? സോറി, GL അല്ലേ? GL 200 ഡീസൽ മാനുവൽ അല്ല, ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, അതും ഒറിജിനൽ കേരളയാണ്. മോഡൽ ഏതാ പറഞ്ഞേ? 2016 മോഡലാണ്. 16 മോഡല്. കിലോമീറ്ററോ? 1.14 ഓടിയിട്ടുണ്ട്. അതൊക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. അതിന്റെ ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ. എന്താ പറയുക, ബെൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു കോമ്പാക്ട് SUV എന്ന് വേണേൽ പറയാം അല്ലേ? പിന്നെ മൈലേജ് കിട്ടും. മൈലേജ് ഒരു 18 കിലോമീറ്റർ മൈലേജ്. കംപ്ലൈന്റും കുറവാണ്. അതെ. ഇത് നമുക്ക് എന്താ വില? ഇത് 16 കൂടെ. 16.50. 2016 മോഡലില് 16,50,000 രൂപ. അതും GL ആണ്, നോക്കിയിട്ട് എടുത്തോളൂ. ഇതാണെങ്കിൽ അമേസ് 2022 മോഡല്, ഡീസൽ മാനുവൽ. VX ടോപ്പ് വേരിയന്റ്. ഡീസൽ മാനുവലിൽ VX ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ? അതായത് കാണല് വളരെ റെയർ ആണ് ഇപ്പൊ ഇത്. അതെ. അത്യാവശ്യം നല്ല മൈലേജ്, ഒരു 25-27 വരെ മൈലേജും കിട്ടും. ഇത് മോഡൽ 2022. അതെ. ഓക്കെ, ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഓടുമല്ലോ. അപ്പോൾ അതൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ശരി, എന്താ വില? ഇത് നമുക്കൊരു 7.75 കൊടുക്കാം. 7.75 അല്ലേ? ഡീസൽ ആയതുകൊണ്ടാണ് ഈ പ്രൈസ്. ആർക്കെങ്കിലും വേണേ നോക്കിക്കോ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നെ മാക്സിമം ലോണും കയറും അല്ലേ? ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ? ഒരു നമ്പർ വെച്ചിട്ടുണ്ട്, നമ്പറിൽ വിളിക്കുമ്പോൾ മാക്സിമം ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണേ. അടുത്തായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി ഒരു B6 ആണ്. B6 നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. വാടാ മോനെ, വാ. അതായത് അതൊരു ഓറഞ്ച് കളറും കൂടിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മഹീന്ദ്രൻ്റെ ഇലക്ട്രിക് വണ്ടിയാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എനിക്ക് ഒന്ന് വൈറലായിട്ട് നിൽക്കുന്ന ഒരു സാധനം കേട്ടോ. പിന്നെ ഇതിപ്പോൾ മോഡൽ ഏതാ ബ്രോ? അകത്തുണ്ട്. ഇത് മോഡൽ ഏതാ ബ്രോ? ഇത് 2025 മോഡൽ. 25 ഉത്തമ വണ്ടിയാ അല്ലേ? ഇനിയിപ്പോൾ ഇതിലൊന്നും പറയാനില്ല. 25 മോഡലിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 15. അതെ. ഇത് പുതിയ എന്ത് വിലയുണ്ടെന്ന് അറിയോ? ഇത് ഏകദേശം 34 രൂപ എങ്ങാണ്ട് വില. 34 ലക്ഷം രൂപ വിലയുണ്ട് അല്ലേ? അതൊരു വെറൈറ്റി കളറും അല്ലേ? അതെ. ഇതൊരെണ്ണം മേടിച്ചാൽ നാട്ടുകാർ മുഴുവൻ അറിയാം, ഇല്ലെങ്കിലും പോയാ. എന്ത് സംശയം? ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു തരാം. ഇന്ത്യയിലൊക്കെ വേറെ റേഞ്ച് സാധനം കേട്ടോ ഇത്. ഓക്കെ, ഇന്ത്യയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിമാനത്തിൻ്റെ കോക്പിറ്റ് പോലൊക്കെ കാണാം കേട്ടോ. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ സംഭവം ഇവിടെ കണ്ടപ്പോഴോ, ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇതുവരെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഓടിച്ച് നോക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓടിച്ച് നോക്കണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ഒരു വില മനസ്സിലാവുള്ളൂ, ഇത് എന്താണെന്നുള്ള മനസ്സിലാവുള്ളൂ. അതെ, ഒരു എന്താ പറയാ, അത് കാലൊക്കെ പോവാണ്. അതെ. പിന്നെ വെറും 15,000 ഓടിയിട്ടുള്ളൂ. ശരിക്കും പുതിയതെടുക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലൊരു ഡിസ്കൗണ്ട് അല്ലേ? അതെ. 34 ലക്ഷം രൂപ പുതിയ വിലയുണ്ട്. നമ്മൾ എത്ര കൊടുക്കും? ഇത് 24.5 ലക്ഷം രൂപ കൊടുക്കും. ചേട്ടാ, 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ട നിങ്ങൾക്ക്? 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെയിം ഇതിൽ തന്നെ റെഡ് കളറിൽ നമുക്ക് ഒരു വാഹനം കൂടെ വരാനുണ്ട്. സെയിം റേറ്റാ? ഏകദേശം സെയിം റേറ്റ് അല്ല, റേറ്റ് ഇതിലേറെ കുറയും. 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു ഓട്ടമാണോ? ഇത് റേഞ്ച് എത്ര കിട്ടും? ഇതൊരു 550 റേഞ്ച് കിട്ടും. 600 കമ്പനി പറയുന്നത്, 550 റേഞ്ച് കിട്ടും. ഓൾമോസ്റ്റ് ആ റേഞ്ച് കിട്ടുമല്ലോ അല്ലേ? 79 കിലോവാട്ട് ബാറ്ററി ഉണ്ട്. ആലോചിക്കണം, 2025 വെറും 15,000 കിലോമീറ്റർ ഓടി ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് ഇതിന് കുറഞ്ഞത് അല്ലേ? 10 ലക്ഷം രൂപ.
ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. ഇതേപോലത്തെ സെയിം സാധനം ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്പർ ഫോട്ടോസൊക്കെ അയച്ചു തരും കേട്ടോ. പിന്നെ 25 മോഡൽ അല്ലേ? 25 മോഡൽ മാക്സിമം ലോണും കിട്ടൂലേ? മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം അല്ല ഫുൾ ലോൺ കിട്ടും അല്ലേ? നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ അതെ, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും B6 വിട്ട് കളയണ്ട. നമ്മൾ കുറച്ച് സമയം കൊണ്ട് കാണിച്ചൊക്കെ വലിയ വണ്ടികളാണെങ്കിൽ ഇതാ ഇനി ഇവിടെ കുറച്ച് ചെറിയ വണ്ടികളുണ്ട്. മാക്സിമം വില കുറച്ച് തരാൻ പറ്റുന്ന ചെറിയ വണ്ടികളല്ലേ? ഇത് ടിയാഗോ ഏതാ മോഡൽ? ടിയാഗോ 2023 മോഡൽ. 23 പിന്നെ ഇതാണ് EV ആണ്. കിലോമീറ്ററോ? ഇത് 58,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? എന്താ നമുക്ക് വില? ഇത് 660. ലോങ് റേഞ്ച് ആണ്. എത്ര? ലോങ് റേഞ്ച് 660 കൊടുക്കാം. അത്രേ ഉള്ളൂ അല്ലേ? 6,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഇതെടുത്തോണ്ട് EV എടുത്തോണ്ട് പോവാം. അതുപോലെ തന്നെ നിസാന്റെ കിക്സ് ആണ് അല്ലേ? ഇത് 2022 മോഡൽ. ഒരു കോമ്പാക്ട് SUV തന്നെയാണ്. ശരിക്കും കിക്സ് നല്ല അടിപൊളി വണ്ടിയാണോ? ഡീസൽ ആണെങ്കിൽ പൊളിയായിരുന്നു, നല്ല മൈലേജ് കിട്ടും. 4 ടയർ പുത്തൻ ടയർ ഉണ്ട് അല്ലേ? 4 പുതിയ ടയറാണ്. ഇത് കിലോമീറ്ററോ? 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 25. പെട്രോൾ ആണ്? പെട്രോൾ ആണ്. ഫുൾ ഓപ്ഷൻ XV പ്രീമിയം. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടർഷോട്ടൊക്കെ വരും. എന്താ വില? ഇത് നമുക്ക് 740. 740 കൊടുക്കാം അല്ലേ? നല്ല ക്ലീൻ വണ്ടിയാട്ടോ. ഓടിച്ചാൽ ഇതിന്റെ കംഫർട്ട് അല്ല, കംഫർട്ട് അടിപൊളിയാണ്. പർച്ചേസ് വന്നപ്പോഴേ ഹൈവേയിലൊക്കെ 180 കയറിയ ഒന്നും സംഭവിക്കില്ല. അല്ല, വണ്ടി ക്വാളിറ്റി അടിപൊളിയാണ്, നല്ല ബോഡി ക്വാളിറ്റി. പക്ഷേ ഡീസലാണ് മൈലേജ് ഉണ്ടായിരുന്നു. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഇതിപ്പോ 12-13 പ്രതീക്ഷ മതി. പിന്നെ അപാധമൊന്നും ഇല്ല. പക്ക 740. ഇതിൽ വാറണ്ടി ബാലൻസ് ഉണ്ട്. 22 ആയതുകൊണ്ട് അല്ലേ? ഓക്കെ, മോശമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ സിറ്റി 2023 മോഡൽ. ഫുൾ ഓപ്ഷൻ ആണ്. ഏതാ? ZX CVT ഓട്ടോമാറ്റിക്. ZX ആണ്. ഓൾമോസ്റ്റ് 10-12 എയർ ബാഗ് വരും അല്ലേ? 10 എന്തായാലും ഉണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് മാത്രമല്ല ഏറ്റവും ടോപ്പ് എൻഡ് വേറെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതെ, ഇത് മോഡൽ 23 അല്ലേ? 23 മോഡൽ. കിലോമീറ്ററോ? ഇത് 35,000. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക്. എന്താ വില? ഇത് നമുക്ക് 13.45. 13.45. എന്തെങ്കിലും കുറേ ഉണ്ടാവുമല്ലോ അല്ലേ? ആലോചിക്കണം, 20-22 ലക്ഷം റുപ്യന്റെ വണ്ടി കേട്ടോ. 13,40,000 രൂപയ്ക്ക് വരുന്നത് അല്ലേ? ഇതോ? ഇത് നമുക്കൊരു ചെറിയ പൈസക്ക് ഡീസൽ വാഹനം. ഇത് ഡീസൽ അല്ലേ? ഫോർഡ് ആസ്പയർ. ഏതാ മോഡല്? 2017 മോഡൽ. 17. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്ററോ? ഇത് 1,00,000 കിലോമീറ്റർ. ഓക്കെ, എന്താ വില? ഇത് 390 കൊടുക്കാം. 390 കൊടുക്കാം. 17 വണ്ടി അല്ലേ? അതും ഡിക്കിയൊക്കെയുള്ള അത്യാവശ്യം വലിയൊരു വണ്ടി. 1790 അല്ല, 390 നിങ്ങൾക്ക് 17 വണ്ടി എടുക്കാം. അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു ചെറിയ വണ്ടി കാണിച്ചു തരാം. നമ്മുടെ ടാറ്റ ടിയാഗോ ആണ്. ടിയാഗോ ഏതാ മോഡൽ ബ്രോ? ഇത് 2018 മോഡൽ. 18. ഇത് പെട്രോൾ ഡീസലോ? ഡീസലാണ് അല്ലേ? എക്സ്ട്രാ ഫുൾ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ. അടിപൊളി. ഡീസലിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം 20 മേലെ മൈലേജ് കിട്ടുന്ന ടിയാഗോ ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോ. ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 85,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ആണ്. അപാകത ഉണ്ടോ? അപാകത ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ 18 വണ്ടിക്ക്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ കൊടുക്കൂലേ? അടിപൊളി. അതും മാക്സിമം ലോണും കയറും കേട്ടോ. ഇവിടെ i20 എടുപ്പുണ്ടല്ലോ. ഇതോ? ഇത് 2024 മോഡൽ. 24 ആണ്. 24 ഒരു പുത്തൻ വണ്ടി അല്ലേ? ഇത് എൻലൈനാ? എൻലൈൻ അല്ല, ഫാസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഏറ്റവും ടോപ്പ് ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഇത് പെട്രോൾ ആണെങ്കിലും കുറച്ച് മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് കിട്ടും. പഴയതുപോലെ അല്ല, 1 ലിറ്റർ ടർബോ ആണ്. എന്തെങ്കിലും അപാകത ഉണ്ടോ ബ്രോ? അപാകത ഒന്നുമില്ല. വെറും 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് ഒരു കൊച്ചു വണ്ടിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ല പവറും ഉണ്ട്. പറയാനുണ്ടോ? പിന്നെ ലുക്കും ഉണ്ട്. കാരണം പക്ക സ്റ്റാൻഡേർഡ് ആക്കി ഇറക്കിയ. 25 പറഞ്ഞേ? 24 കിലോമീറ്റർ. 33,000 കിലോമീറ്റർ അത്ര ഓടിയുള്ളൂ. ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഉണ്ട്. എന്താ വില? ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം ഒന്നുമില്ല. വിലയോ? ഇത് 940 കൊടുക്കാം. 9,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ അടിപൊളി ഒരു 24 മോഡലില് i20 ഏറ്റവും ന്യൂ ഷേപ്പ് വന്ന വണ്ടി. അതും നമ്മുടെ എന്താ ഫാൻസി നമ്പർ അടക്കം ഉണ്ട് അല്ലേ? അതൊക്കെ കോൺടാക്ട് ചെയ്തോട്ടോ, അതൊന്നും മിസ് ചെയ്യണ്ട. ഇനി ഇന്നോവ ആണെങ്കിലോ? ഇന്നോവ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വാഹനം. മോഡലോ? 2012 മോഡൽ. അന്ന് ഇറങ്ങിയത് എന്താണോ ആ കണ്ടീഷൻ. 12 വരുമ്പോൾ ഇത് ടൈപ്പ് 4 അല്ല, ഇങ്ങനെ തന്നെ വരിക അല്ലേ? ടൈപ്പ് 3 വരിക. ഓക്കെ, ഇത് കിലോമീറ്ററോ? 1,80,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ ചെറിയൊരു ക്ലെയിം ഉണ്ട്. ഒരു ഡിക്കി ഡോർ മേജർ ഒന്നും. ശരി, കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? 1,80,000 പ്രോപ്പർ സർവീസ്. 12 ഒറിജിനൽ കേരള കേട്ടോ. എന്താ വില? ഇത് 780. കുറയോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളാം, വന്നിട്ട് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വെന്യൂ ഉണ്ടല്ലോ. വെറും 6,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 6,500 മോഡൽ. ഇന്റീരിയറിൽ കവർ പോലും പൊട്ടിക്കില്ല. അതാണ് 2024 മോഡൽ. ഇതൊക്കെ ഒരു രസത്തിന് അങ്ങ് എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് SX ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ് കേട്ടോ. സൺറൂഫ് അടക്കം എല്ലാ സാധനവും ഉണ്ട്. ലാസ്റ്റ് വന്ന ഫേസിൽ വന്ന വണ്ടിയല്ല, അതിന്റെ തൊട്ട് ബാക്കിൽ വരുന്നത്. ഇപ്പോഴാണ് പുതിയ ഷേപ്പ് വരാൻ തുടങ്ങി കേട്ടോ. 26 പിന്നെ ഇത് 24 ലാസ്റ്റ് വണ്ടി. ഓക്കെ, 6,000 കിലോമീറ്റർ. 6,500 കിലോമീറ്റർ. അതാണ്. പിന്നെ സിംഗിൾ ഓണർ ആണ്. അപാധി ഒന്നും ഇല്ലാത്ത പക്ക. ഇത് നമുക്ക് ഒരു 12,45 കൊടുക്കാം. 12,40,000 രൂപ. പുതിയ ഏകദേശം 16 രൂപ അടുത്ത് വിലയുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ പുതിയതൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് നല്ല ഓഫറാണ്.
നല്ല വില കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒരു 3-4 വണ്ടികളും കൂടി കാണിച്ച് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. നല്ലൊരു പോളോ കാണിച്ചു. പോളോ ഏതാ മോഡൽ? 2019 മോഡൽ. 19 അല്ലേ? 19 അത്യാവശ്യം നല്ല നീറ്റാണല്ലോ വണ്ടി. കിലോമീറ്ററോ? ഇത് 1.15 ഓടിയിട്ടുണ്ട്. 1 ലിറ്റർ അല്ലേ? അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? പ്രോപ്പർ സർവീസ്. റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഇത് മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, എന്താ വില? ഇത് നമുക്ക് 560. 560 2019 വണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഈ റെഡ് ആണെങ്കിലോ? ഇത് ഡീസൽ. 2015 മോഡൽ സെക്കൻഡ് ഓണർ ആണ്. അപ്പോൾ 1.5 വന്ന ഡീസൽ അല്ലേ? അത്യാവശ്യം നല്ല അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ഐലൈൻ തന്നെയാണ്. ഐലൈൻ. ഓക്കെ, കിലോമീറ്ററോ? ഇത് 1.64. 1.64 ഓടി. ആ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. അതൊക്കെ അവൈലബിൾ ആണ്. മാക്സിമം വില കുറച്ച് കൊടുക്കുമോ? ഇത് നമുക്കൊരു 4.10 കൊടുക്കും. 4.10 കൊടുക്കാം. 2015 ഡീസലില് 1.5 വരുന്നത്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അടുത്തത് ബലനോ ആണല്ലോ. ബലനോ ഏതാ? ബെല്ലനോ 2022 മോഡൽ. 22 ബലനോ ആണ്. പിന്നെ ന്യൂ ഷേപ്പ് ആണ്. അപ്പൊ അതാ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആൽഫ ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഏതാ? ആൽഫയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലാഖ് ഓടിയിട്ടുണ്ട്. ഫുൾ ഓണിൽ കൊടുക്കാം. 22 മോഡല്. 22 1 ലാഖ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട്. ഓടിയതുകൊണ്ട് തന്നെ തട്ടുമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, മേജർ ഒന്നുമില്ല. ഓക്കെ, എന്താ വില? ഇത് 690. 690. ഒരു 7.5 അല്ല 7.5 അടുത്തൊക്കെ സാധാരണ ലോക്കൽ ആണെങ്കിൽ വില ഉണ്ടാവും അല്ലേ? 690 ഒന്നും കുറയില്ലേ? ഓൺ ടേബിൾ ഒരു നെഗോസിയേഷൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഏറ്റവും പുതിയ മോഡൽ വണ്ടി. അതുപോലെ തന്നെ സിറ്റിംഗ് കൂടി കാണിച്ചു കൊടുത്താലോ? 2016 മോഡൽ. 16 16 ഫുൾ ഓപ്ഷൻ വണ്ടി ആട്ടോ. സൺറൂഫ് ഒക്കെ ഉണ്ട്. ഡീസലാ? പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ. ഓക്കെ, മോശമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ക്ലീൻ ആണ് വണ്ടി. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. 75,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ ആണ്. ഇത് നമുക്ക് റേറ്റ് എത്ര ഉണ്ട്? ഇത് 6.75. 6,75,000. 70,000 രൂപയ്ക്ക് 2016 വണ്ടി. ഓക്കെ, അത്യാവശ്യം വൃത്തി ഉണ്ടെന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ബ്രോ എല്ലാവർക്കും ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കണം. ഓൾറെഡി നിങ്ങൾക്ക് നല്ലൊരു വൈറ്റ് ആയിട്ട് ഇത് അതിന്റെ ഉള്ളിൽ കാണിച്ചു തന്നു. ഇപ്പോൾ അവിടെ ഒരു ഗ്രേ കളർ വണ്ടി ഉണ്ട്. ഇത് ഏതാ മോഡൽ ബ്രോ? ഇത് 24 മോഡലാണ്. 24 ആണ്. പെട്രോൾ തന്നെയാ? പെട്രോൾ ഓട്ടോമാറ്റിക്. ആസ്റ്റ് ഓപ്ഷൻ സെയിം ഓപ്ഷൻ തന്നെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ. കിലോമീറ്ററോ? 20,000 ഓടിയിട്ടുള്ളൂ. 20. ഓക്കെ, ഇത് എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല. സൺറൂഫ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ വില? ഇത് നമുക്കൊരു 960 കൊടുക്കാം. 960. ഓക്കെ, അതായത് ഇത് അത്യാവശ്യം വിലയുള്ള വണ്ടിയാണ്. പുതിയതിന് 12 സംതിങ് 13 അടുത്ത് വിലയുണ്ട്. ആ സാധനമാണ് ഇപ്പോൾ നമ്മൾ 960 തരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊന്നുമില്ല ഉറപ്പല്ലേ? ഉറപ്പാണ്. അടിപൊളി. അപ്പോൾ നമ്മുടെ എസ് ഗാരേജിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 2 വണ്ടി കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു ഇന്നോവ ഹൈക്രോസ് ആണല്ലേ? ഹൈക്രോസ് ശരിക്കും മോഡൽ ഏതാ? ഇത് 2023-24 രജിസ്ട്രേഷൻ. 23-24 വണ്ടി. പുത്തൻ വണ്ടിയാണ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എല്ലാം പുതിയ വണ്ടി. 20 ശേഷമുള്ള വണ്ടികളാണ് 90%. ശരി, ഇത് നമുക്കിപ്പോൾ കിലോമീറ്റർ ഇത് 50,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ ആണ്. ശരി, എന്താ വില? ഇത് 35,90. 35,90. ഓക്കെ, 35,90,000 രൂപയ്ക്ക് പിന്നെ എടുത്തുകൊണ്ട് പോവാം. ZX ഓപ്ഷനിലെ ഹൈബ്രിഡ് ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ പുതിയത് എടുക്കാനാണെങ്കിൽ ഇപ്പോൾ ബുക്കിംഗ് വരെയുള്ള വണ്ടിയാണ്. രാവിലെ വരിക, വൈകുന്നേരത്തിനുള്ളിൽ എടുത്തുകൊണ്ട് പോകാം. കാശുണ്ടെങ്കിൽ അല്ലേ? ലോണും കയറില്ലേ? ലോൺ. അതുപോലെ തന്നെ അൽക്കാസർ ആണെങ്കിലോ? അൽക്കാസർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2022 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്, സിഗ്നേച്ചർ ഓപ്ഷൻ. ഏറ്റവും ടോപ്പിന്റെ. അതായത് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. നല്ല മൈലേജ് നല്ല ഒരു 15 ഒക്കെ കിട്ടുന്ന മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? 2 ലിറ്റർ അല്ലേ ഇത്? 2 ലിറ്റർ 42,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അടിപൊളി. അതായത് നമ്മുടെ ക്രെറ്റയുടെ 7 സീറ്റർ അത്ര തന്നെ. നമുക്ക് എന്താ വില? ഇത് 17,60. 17,60,000 രൂപ. പുതിയ ഈ പറഞ്ഞ തന്നെ 28 ലക്ഷത്തിന് മേലെ. 24 അതിന് കൂടുതൽ വില ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു റേറ്റുള്ള വണ്ടിയാണ്. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ വണ്ടി. അപാകതകളൊന്നും തന്നെ പറയാനില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എന്നാലും ഇത് കോൺടാക്ട് ചെയ്താൽ മതി ബ്രോ. അപ്പോൾ നമ്പർ വെച്ചിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം. ഓണൊക്കെയാണ്. മാക്സിമം വില കുറച്ച് കൊടുക്കണം. അപ്പോൾ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ അടിപൊളിയല്ലേ? നമ്മുടെ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ മുണ്ടുപറമ്പ് ബൈപ്പാസ്, കാവുങ്കൽ ബൈപ്പാസ് എന്നൊക്കെ പറയും. ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ എസ് ഗാരേജിലാണ് ഇപ്പോൾ നിലവിൽ ഈ കാണിച്ച വണ്ടികളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളല്ല ഒരുവിധം എല്ലാ വണ്ടികളും നല്ല മോഡൽ കൂടിയ പുതിയ വണ്ടികളാണ്. ധൈര്യമായി എടുത്തുകൊണ്ട് പോകാം. കംപ്ലൈൻറ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്തോളാം. എങ്ങനെ എടുക്കുമ്പോഴും ഏത് വണ്ടി എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ഓണാശംസകളും.